ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായ, അവരവരുടെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും ആവശ്യമായ കൃപാവരങ്ങൾ കർത്താവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ ആ അനുഗ്രഹങ്ങൾ ഇരട്ടിയാകാൻ, കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുവാൻ, ജീവിതത്തിൽ സുരക്ഷിതത്വവും സംരക്ഷണവും സമാധാനവും എപ്പോഴും ഉണ്ടാകാൻ ദൈവം നമുക്ക് തന്ന കൃപകൾക്കായി സാധിക്കുന്ന എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, കഴിവുകൾ, വിദ്യാഭ്യാസം, ബുദ്ധി, ജോലി, കുടുംബം, ജീവിത പങ്കാളി, മക്കൾ, സുഹൃത്തുക്കൾ, പദവി, ഭവനം, സമ്പത്ത്, അഭിവൃദ്ധി, സമാധാനം, സംരക്ഷണം, അങ്ങനെ ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹത്തിനും എപ്പോഴും നന്ദിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം ജീവിതം ഒരു അത്ഭുതമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളുടെ നടത്തിപ്പിനും വേണ്ടി ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കോരോരുത്തർക്കും ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, ഏത് സാഹചര്യത്തിലും വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ പ്രവർത്തിക്കുന്നതിനും പെരുമാറുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും, ഞങ്ങളെ ദ്വേഷിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, നിരന്തരം ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, ഞങ്ങളെ ദ്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇടതടവില്ലാതെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവർ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിശബ്ദത കൊണ്ടും അനീതി കൊണ്ടും ദൈവമേ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അത്ഭുതങ്ങളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, എപ്പോഴും സമാധാനത്തിൽ വർത്തിക്കുന്നതിനും ഐക്യത നിലനിർത്തുന്നതിനും ഞങ്ങൾ പരിശ്രമിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും
അവിടുത്തെ പ്രത്യാശയിൽ ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കിന്ന് കൃപ തരണമേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിനും അങ്ങയുടെ രക്ഷയ്ക്കും വേണ്ടി ഇന്ന് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാനിപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടണമേ. ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ മേഖലകളിലും ഇന്ന് നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദിവസേനയുള്ള അത്ഭുതം ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കാണാൻ സാധിക്കണം. ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ച ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം ഇന്ന് വലിയ അത്ഭുതമായി മാറുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, മനുഷ്യർക്ക് അസാധ്യമെന്ന് കരുതുന്ന മേഖലകൾ ദൈവത്തിന് സാധ്യമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ അസാധ്യങ്ങളെയും സാധ്യമാക്കി ഞങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയുമുള്ള ജീവിതം ഇന്ന് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെയും അകത്തു വരുന്നവരെയും പ്രത്യേകം നീ സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെ ഇന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. ഭവനത്തിലെ ഓരോ മുറികളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സാധന സാമഗ്രികളെയും നീ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് ഭവനത്തിൽ നിന്നെല്ലാ അശുദ്ധിയും നീ നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ ഭവനത്തെയും അതിൽ വസിക്കുന്നവരെയും നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രു എത്തി നോക്കാത്തവണ്ണം നീ ഞങ്ങളുടെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും നീ കോട്ട കെട്ടണമേ. കർത്താവേ, ആയിരങ്ങൾ ഞങ്ങളുടെ വലതുഭാഗത്ത് മരിച്ചു വീണാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്നു. അവിടുത്തെ വലിയ സംരക്ഷണം, അവിടുത്തെ സൈന്യവ്യൂഹങ്ങളാൽ ഞങ്ങളെ ഇന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. സകല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവേ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദവും കൂടോത്രം അങ്ങനെ എല്ലാ അശുദ്ധമായ ആഭിചാര പ്രവർത്തികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഭവനത്തെയും പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ഒരായുധം പോലും ഒരു ഉപദ്രവം പോലും ഞങ്ങൾക്ക് ഏൽക്കാതിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ സൈന്യത്തെ ഞങ്ങൾക്ക് ചുറ്റും കാവലേർപ്പെടുത്തി ഞങ്ങളുടെ പോക്കിലും വരവിലും യാത്രയിലും കർത്താവെ അങ്ങ് സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വിളിക്കനുസരിച്ചുള്ള എളിമയും വിശുദ്ധിയോടും കൂടിയ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും വിജയം നൽകണമേ. ഇന്നത്തെ ഞങ്ങളുടെ പ്രയത്നങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് വലിയ മഹത്വവും വിജയവും കാണുന്നതിന് ലാഭം നൽകി, എല്ലാ മേഖലകളിലും ലാഭം നൽകി, നഷ്ടമില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് അഭിവൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബിസിനസ് മേഖല, ജോലി മേഖല, പഠന മേഖലയെ നീ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ നീ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പമായി എഴുതുന്നതിനും അവരുടെ ബുദ്ധിമണ്ഡലത്തെ നീ വിശുദ്ധീകരിച്ച് ഓർമ്മശക്തിയെ വർദ്ധിപ്പിച്ചു കൊടുത്ത് പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, SSLCയും +2യും ഡിഗ്രിയും PGയും പരീക്ഷ എഴുതുന്ന മക്കളെ അവിടുന്ന് കൂടെ നിന്ന് സഹായിക്കണമേ. പ്രൊഫഷണൽ കോഴ്സുകളുടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് സഹായിക്കണമേ. വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള, വിദേശ ജോലിക്കും പഠനത്തിനും വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതുന്ന മക്കളെ നീ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദേശ യാത്ര ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സംരക്ഷണം നൽകണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാ മേഖലകളിലും നീ അനുഗ്രഹവും സംതൃപ്തിയും നൽകി, സംരക്ഷണം നൽകി, അവരുടെ എല്ലാ ആവശ്യങ്ങളും അത്ഭുതകരമായി നീ നടത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെ നിയോഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ വിട്ടുമാറാത്ത എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സമ്പത്തിൻ്റെ കലവറ ഇവരുടെ മേൽ തുറന്ന് ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി ഇവരെ സംരക്ഷിക്കണമേ. സ്വന്തമായി ഭവനം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വസിക്കുന്ന ഭവനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഭവനം പണിഞ്ഞില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭവനം പണിയണമേ. ഞങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തണമേ. ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവിടുന്ന് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നേരെ നടത്തി ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിലവിളി അങ്ങ് കേട്ട് അവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യം നടത്തിച്ചു കൊടുക്കണമേ. ദൈവമേ, അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങാണ് മഹോന്നതനായ ദൈവം, അങ്ങാണ് ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം, അങ്ങാണ് ഞങ്ങളുടെ ആരോഗ്യം നൽകുന്ന ദൈവം, ഞങ്ങളുടെ സൗഖ്യദായകനായ ദൈവം അവിടുന്നാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് അങ്ങാണ്. ദൈവമേ, അങ്ങ് പരമപരിശുദ്ധനാണ്. അങ്ങയുടെ പരിശുദ്ധിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധിയാൽ ആവരണം ചെയ്യണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളെ സകല അശുദ്ധിയിൽ നിന്നും അധമ വികാരങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടശക്തിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും ശാപവാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അതിനെ ഖണ്ഡിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും ആഭിചാര പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ എതിരെ നടമാടുന്നെങ്കിൽ ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഖണ്ഡിക്കുന്നു, നിർവീര്യമാക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുന്നു. എൻ്റെ ദൈവമാണ് എൻ്റെ കാവൽക്കാരൻ, എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എൻ്റെ കുടുംബത്തിനൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു. ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, അങ്ങ് നൽകിയ ആരോഗ്യം, സൗന്ദര്യം, ശക്തി, ബലം, എല്ലാം, സമ്പത്ത്, വിദ്യാഭ്യാസം, ജോലി, പഠനം, എല്ലാത്തിനും ഇന്നത്തെ ദിവസം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങ് നൽകിയ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. ഈ ജീവൻ നൽകിയ കർത്താവെ, അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്ന ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എപ്പോഴൊക്കെ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി അങ്ങയെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടുന്ന് കൃത്യമായി ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് നീ നിറവേറ്റി കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ രീതിയിലും ജീവിതം ലാഭകരമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വരുമാന മേഖലയെ നീ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുത്ത് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥയിൽ നീ ഞങ്ങളെ സഹായിക്കുന്നതിനും സുഖപ്പെടുത്തുന്നതിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ പ്രതി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പെരുമാറ്റത്തെയും പ്രതി നന്ദി പറയുന്നു. സകല നന്മകൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ എല്ലാം ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി മാറ്റി തീർക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി മടങ്ങില്ല. എന്തെന്നാൽ അവിടുന്ന് വിശ്വസ്തനാണ്. എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. എൻ്റെ കർത്താവ്
അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവമേ, അങ്ങയുടെ ഓരോ വചനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് പാലിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംരക്ഷണം നൽകണമേ. ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവമേ, അങ്ങേക്ക് സർവ്വ നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാകുവാൻ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിത്തരികയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.